ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ്, മീനം മുതൽ മീനം വരെയുള്ള. അപ്പൊ ആദ്യം തന്നെ ചോദ്യം, ഇത് ഏത് ഫലമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ലഗ്നഫലമാണോ രാശി ഫലമാണോ ചിന്തിക്കുക അല്ലെ? അപ്പം വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയും, രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി ുള്ള ഫലം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തതുമാണ്. സോ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശിഫലവും ലഗ്നഫലവും ശ്രദ്ധിക്കുക. അതായത് ഒരാൾ ജനിച്ച മേടലഗ്നത്തിലാണ്, ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളെ ലൈഫായിട്ട് അക്യുറേറ്റ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഈ വ്യാരം വക്രത്തിൽ വരുന്ന ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയാകുമ്പോൾ വ്യാരം എന്ന് പറയുന്നത് ശുഭഗ്രഹമാണല്ലോ, ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ്. അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേക്കണേ, വക്രമാകുന്നത്. സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 9/10/2024 മുതൽ 4/2/2025 വരെയാണ്. അതായത് ഒക്ടോബർ മാസം 9 മുതൽ 2024 മുതൽ 4 ഫെബ്രുവരി മാസം 2025 വരെയാണ് ഇതിന്റെ ഒരു വക്രഗതി എന്ന് പറയുക. ഓക്കെ, വ്യാരം വക്രത്തിൽ വരിക. അതായത് 116 ദിവസം 118 ദിവസം എന്നൊക്കെ പറയാം. ഏകദേശം 4 മാസം, 3 മാസവും 26 ദിവസം ഒക്കെ, ഏകദേശം 4 മാസം നിങ്ങൾക്ക് കണക്കെടുക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 4 മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. അപ്പൊ അതിന് നമുക്ക് മേടരാശി നോക്കാം. അശ്വതി ഫണ്ണി കാർത്തിക കാടുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക. മേടരാശി സംബന്ധിച്ചോളം 9, 12 ഭാവാധിപനാണ് വ്യാരം എന്ന് പറയുക. 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഭാഗ്യത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന വ്യാരം തന്നെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഗുണഫലമാണോ ദോഷഫലമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വക്രഗതി എല്ലാം നിൽക്കുന്നതാണ് ഉത്തമം എന്ന് പറയുക. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു, ഇടവത്തിൽ വരുന്ന വ്യാരമാണ് വക്രത്തിൽ വരിക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വക്രഫലത്തിന് വലിയ ദോഷഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നില്ല. ഓക്കെ, ശുഭനാണ്. അതുകൊണ്ട് തന്നെ ഇതില്ല, ദോഷഫലങ്ങളൊന്നും പ്രദാനം ചെയ്യില്ല. അത് തന്നെ ഒരു ആശ്വാസമാണ് അല്ലെ. അപ്പം മേടത്തെ സംബന്ധിച്ച് 2ാം ഭാവത്തിലാണ് വ്യാരം നിൽക്കുക. 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്തുകൊണ്ടിരുന്ന അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വക്രത്തിൽ വ്യാരം വരുമ്പോൾ വേഗത കൂട്ടും. ഓക്കെ, ഈ വേഗത കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗത നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ചിന്തിച്ച് പ്രവൃത്തി ചെയ്യില്ലെങ്കിൽ ആ വേഗത നമുക്ക് തീരാ നഷ്ടങ്ങളായി വരാൻ സാധ്യതയുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എന്ത് പറ്റും, അബദ്ധങ്ങൾ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച ശേഷം മാത്രമേ നാം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ വേഗത നിമിത്തം ചില ആളുകൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പൊ ആ വേഗതയൊന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ എടുത്തിയാടി വിവാഹം നടത്താതെ ചിന്തിച്ച് ആലോചിച്ച് മാത്രം വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതനുസരിച്ച് നമുക്ക് മുന്നോട്ടൊക്കെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് പറയുകയാണെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. വേഗതയാൽ ചെയ്ത് പ്രശ്നങ്ങൾ വരുത്തി വെക്കാതെ ആ വേഗതയൊന്ന് കുറച്ച് നമ്മൾ കൃത്യമായി അതിനെന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതുപോലെ തന്നെ ഈ വക്രഗതി സഞ്ചരിക്കുമ്പോൾ വ്യാരം വക്രത്തിൽ വരുമ്പോൾ ടെൻഷൻ കൂട്ടും. മേടരാശി സംബന്ധിച്ചാൽ അമിതമായ ടെൻഷൻ. ഓക്കെ, ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രത വേണം, ചിന്തിച്ചു മാത്രം ചെയ്യണം. പ്രധാനമായിട്ട് കടകളൊക്കെ വാങ്ങുന്ന കാര്യങ്ങളിലാണെങ്കിലും പ്രത്യേകമായി ചിന്തിച്ചു മാത്രം ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല,
നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുക, ചിന്തിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങാവുള്ളൂ. ഓക്കെ, എന്ത് തന്നെ ഏത് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഇറങ്ങാം. അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിനോട് ചോദിച്ച്, ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, അതിൽ ഒന്നെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, രണ്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരോട് അഭിപ്രായം ചോദിച്ചു മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കൊക്കെ നീങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ നിൽക്കുന്നവരോട് പറയാം, നിങ്ങൾ വളരെയധികം ജാഗ്രത വേണം, വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തിയാട്ടി ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതുപോലെ പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുവാണ്, പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം, പുതിയതായിട്ട് ഒരു തൊഴിൽ പോവാം, ഇതൊക്കെ ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം നിങ്ങൾ നോക്കിക്കാണാൻ. ശ്രദ്ധയുണ്ട്, ജാഗ്രതയുണ്ട്, കൃത്യമായി ആലോചിച്ചാണ് ചെയ്യുന്നത്, ആ വേഗതയെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്താ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നല്ലതാണ്, കുഴപ്പമില്ല. അത് മറിച്ചാണെങ്കിൽ വേഗതയുടെ കയ്യിൽ അങ്ങ് വിടുവാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഭയങ്കരമായിട്ട് അലച്ചിലാക്കി വരുത്താൻ സാധ്യത, ഒന്ന് ചെയ്യേണ്ടടുത്ത് രണ്ടൊക്കെ ചെയ്യേണ്ടായ വരാം. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മുന്നേറിയാൽ ഈ വക്രഗതി വലിയ കുഴപ്പങ്ങളില്ലാട്ടോ മേടരാശിയെ സംബന്ധിച്ചോളം. ഇപ്പൊ നമ്മൾ ഇത്ര രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ. അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം? മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക. നമ്മുടെ ജാതകത്തിൽ തന്നെ വ്യാഴം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്താൽ നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോ ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാഴത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്തുണ്ടാവും, ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. തുടർന്ന് പറഞ്ഞ വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക. ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച്, അതുപോലെ നമ്മുടെ ജാതകത്തില് ലായ നക്ഷത്രത്തെ സൂചിപ്പിക്കുകയും രാശി, അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന എഴുതി ഉണ്ടാവും ചന്ദ്രന്. അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ വീഡിയോ കണ്ടാവും. അതല്ല രണ്ട് രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെ ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുന്നത്, പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും, അത് മാത്രമല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും താരം ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രം താരം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.